ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്പാർട്ട് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്, ഒരു റൈസ് റെസിപ്പിയാണ്. മലയാളികൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു ലെമൺ റൈസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക്. ലെമൺ റൈസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസ് ആണ്. ഏകദേശം ഒരു 400 ഗ്രാം ബസ്മതി റൈസ് ഒരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ നന്നായി കുതിർത്തെടുക്കുക. അതിനുശേഷം വെള്ളമൂറ്റി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇത് നന്നായി വേവിച്ചെടുക്കുക. ലെമൺ റൈസ് കൂടുതലായും ഉപയോഗിക്കുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായ തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റുകളാണ് ലെമൺ റൈസ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെയാണ് ലെമൺ റൈസ് എന്ന് പറയുന്നത്. മലയാളികൾക്ക് അത്ര പരിചിതമല്ല എങ്കിൽ പോലും ഇപ്പോൾ കൂടുതലായി മലയാളികളും ഇത് ഉപയോഗിച്ചു വരുന്നു. നമ്മൾ നന്നായി ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഈ റൈസ് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇത് വേവിക്കുന്ന സമയം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കുന്നു. ഏകദേശം വേവ് എന്ന് പറയുന്നത് ഒരു 90% വേവ് ആകും വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. കൂടുതൽ കുഴഞ്ഞു പോവാതെ നോക്കണം. ഏകദേശം ഒരു 90% വേവ് ആകും വരെ നന്നായി വേവിച്ചെടുക്കുക. നമ്മുടെ ഏകദേശം വേവ് പാകത്തിനായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് വെള്ളം ഊറ്റിയതിന് ശേഷം റൈസ് തണുക്കാനായിട്ട് 2 പാത്രത്തിലോ 1 പാത്രത്തിലോ ആക്കി ഫാനിൻ്റെ കീഴിൽ വെച്ച് തണുപ്പിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയും ഉപയോഗിക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ പ്രധാനപ്പെട്ടായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നമ്മൾ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നു. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 25 ഗ്രാം കപ്പലണ്ടി, ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതൊരു ബ്രൗൺ കളർ ആകും വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഉഴുന്നിനും അണ്ടിപ്പരിപ്പിനും ഏകദേശം ബ്രൗൺ കളർ ആകും വരെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 മുളക് നെടുകെ പിളർന്ന് ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ റൈസിന് കളർ ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി അളവ് കൂട്ടി മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി എല്ലാം യോജിപ്പിച്ചെടുക്കുക. ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നു. ഏകദേശം ഒരു മുഴുവൻ നാരങ്ങ നീര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നാരങ്ങ നീര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ കുറച്ചതിന് ശേഷം മാത്രം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ റൈസിനൊരു കയ്പ്പ് രുചി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും എല്ലാ നാരങ്ങയുടെയും മഞ്ഞളിൻ്റെയും എല്ലാ ഫ്ലേവർ, ഉപ്പും എല്ലാം എത്തത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഏകദേശം നമ്മുടെ ലെമൺ റൈസ് പാകമായി വരുന്നുണ്ട്. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തേക്കും നമ്മുടെ ഫ്ലേവേഴ്സ് എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ പ്രത്യേക കാര്യം, നമ്മൾ ഉപ്പ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയില സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതാണ്. പലർക്കും ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ഇവിടെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നു. മല്ലിയില ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ആ മല്ലിയിലയുടെ ഫ്ലേവറും മഞ്ഞളും ഉപ്പും നാരങ്ങാനീരും എല്ലാം ചേരുന്നതിനാവശ്യമായി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഉപ്പ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ലെമൺ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടാനുസരണം
സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.